ചാലഞ്ച് 3യുടെ റൗണ്ട് 2 ആയിരുന്നു ഇപ്പോൾ ലൈവില്. ഒന്നാമത്തെ റൗണ്ട് ജിൻഡോയും രശ്മിനുമാണ് ജയിച്ചത്. മത്സരിച്ചത് നോറയും ശ്രീതുവുമായിട്ടാണ് നെക്സ്റ്റ് ടീമിൽ നിന്നുള്ള. രണ്ടാമത്തെ റൗണ്ടിൽ നെക്സ്റ്റ് ടീമിലുള്ളവരിൽ ശരണ്യയും അപ്സരയുമായിട്ടാണ് പവർ ടീം മത്സരിക്കേണ്ടത്. ഈ ഒരു റൗണ്ടിലെ ടേബിൾസ് സ്വിച്ച് ചെയ്തിരുന്നു. എന്നിട്ട് നമ്മുടെ ശരണ്യയും അപ്സരയുമാണ് ഈ ഒരു റൗണ്ട് ജയിച്ചത്. നെക്സ്റ്റ് ടീം ആണ് ഈ ഒരു റൗണ്ട് ജയിച്ചത്. ഇതോടെ പവർ ടീമും നെക്സ്റ്റ് ടീമും സമനിലയായി, ഓരോ പോയിന്റ് വീതം മേടിച്ച്. ഇനിയിപ്പോ തേർഡ് റൗണ്ട് നടക്കാനുണ്ട്. അത് കുറച്ചു നേരത്തിനുള്ളിൽ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കളി ശക്തമായി എന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ശരിക്കും അൺപ്രഡിക്റ്റബിൾ ആണ് ആര് ജയിക്കും എന്നതില്ല. ജിൻഡോയുടെ ടീം വീണ്ടും അധികാരം കൈവരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ജിൻഡോ എന്ന ഗെയിമർക്ക് കൂടുതൽ തിളങ്ങാനുള്ള അവസരമാണ് ഈ ഒരു അധികാരം കയ്യിലുള്ളപ്പോൾ. എല്ലാവരും ജിൻഡോയ്ക്കെതിരെ നിൽക്കുന്നതും ഈ ഒരു ഭരണപക്ഷത്തോടുള്ള പ്രതിപക്ഷത്തിന്റെ ദേഷ്യം എന്ന നിലയ്ക്കാണ്. അതുകൊണ്ട് ഒരു റൂളിംഗ് പാർട്ടി, ഒപ്പോസിഷൻ പാർട്ടി, ഈ ഒരു പൊളിറ്റിക്സ് കണ്ടിരിക്കാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് ഇവരുടെ രണ്ടുപേരുടെ ഈ ഒരു പവർ ടീമില് റസ്മിന്റെ പൊളിറ്റിക്സ് ആയാലും പിന്നെ ജിൻഡോയുടെ ഒരു പൊളിറ്റിക്സ് ആയാലും എല്ലാ രീതിയിലും ഇവർ തന്നെ വീണ്ടും അധികാരം ഏറ്റെടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ മാത്രമേ കൂടുതൽ കണ്ടന്റുകൾ വരത്തുള്ളൂ പുറത്ത്. എന്താവുമെന്നൊന്നും അറിയില്ല. നെക്സ്റ്റ് ടീമിലെ 4 പെൺപുലികൾ ജയിക്കുമോ അതോ മല്ലയെ ജയിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം.